ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിനോട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 3 തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിനുവേണ്ടി ഉരുളി എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഉരുളിയാണ് എടുത്തേക്കണേ. അതിലോട്ട് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് തേങ്ങയിൽ നിന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. ചമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ വേണ്ടി ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വേണ്ടി വരും. ഇതിന് ഞാൻ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഒരു 12 ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് കൂടെ തന്നെ കുരുമുളകും ഇഞ്ചിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ചമ്മന്തിപ്പൊടിക്ക്. കറിവേപ്പിലയും കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു ചെറിയ ഉരുള പുളിയും കൂടെ, വാളം പുളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്ക് കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ തന്നെ. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ചെറുതായിട്ട് ഒന്ന് തണുത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് മിക്സിയിലെ ജാറിലോട്ടാക്കി പൊടിച്ചെടുക്കാം. പണ്ടുള്ളവരൊക്കെ ഇത് ഉല്ലിലാണ് പൊടിച്ചുകൊണ്ടിരുന്നത്. ആവശ്യമായ ഉപ്പും കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ജാറിലോട്ടാക്കിയിട്ടുണ്ട്. അതിലോട്ടും കൂടെ ഇച്ചിരി ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ പൊടിക്കുമ്പോൾ തരിതരിപ്പായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. ശരിക്കും അങ്ങ് അടിച്ചെടുക്കരുത്. അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണയൊക്കെ തെളിയാൻ ചാൻസ് ഉണ്ട്. പുളി ചെറുതായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നത് എന്നാൽ പെട്ടെന്ന് അടിയാൻ എളുപ്പമായിരിക്കും. ഇനി ബാലൻസ് ഉള്ളതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇത് മൊത്തത്തിൽ ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. തരിതരിപ്പായിട്ടാണ് അടിച്ചെടുത്തേക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് 1 മാസം വരെ നമുക്ക് പുറത്ത് സൂക്ഷിച്ചാലും കേടാവത്തില്ല. അതിലും കൂടുതൽ വേണേൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.